പാലാട വീശിയത് നല്ല കട്ടി തേങ്ങാപ്പാലും നെയ്യും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിലും അമ്മയും ഉമ്മച്ചിയും താത്തയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വിഭവമാണ്. ഇതിക്ക് മുമ്പ് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് മൈദയിലേക്ക് 2 കോഴിമുട്ട ഉടച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും, ഒരു നുള്ളു സോഡാപ്പൊടി, നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടത് ഇതുപോലെ മിക്സിയുടെ ജാറിൽ നല്ല നേരിയ ബാറ്ററായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന ദോശക്കല്ലിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ വേണം കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട്. ഒരു തവി മാവ് ഒഴിക്കുക, എന്നിട്ട് ഇതുപോലെ വീശി ചുറ്റിച്ച് കൊടുക്കുക, മൂടി വെച്ച് കൊടുക്കുക. കുറച്ച് നെയ്യ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് പഞ്ചസാരയും കൂടി വിതറി കൊടുക്കുക. കേട്ടേ, ധൈര്യമുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ മടക്കി എടുക്കുക കേട്ടോ. ഇല്ലാത്തവർ നല്ല ചട്ടകം കൊണ്ട് ഇതുപോലെ മടക്കിയിട്ട് എടുത്തു മാറ്റിയാൽ മതി കേട്ടോ. നല്ല അടിപൊളിയാണ്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തോന്നും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഇത്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ പാലാട തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾക്കാണേലും ഹസ്ബൻഡിനാണേലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. വൈകുന്നേരം നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാവേ. ഇനി നല്ല കട്ടി തേങ്ങാപ്പാൽ തന്നെ വേണമെന്നൊന്നുമില്ല, വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ പാലാട എല്ലാം തയ്യാറാക്കിയിട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും കൂട്ടിയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്.